Good morning to all. Good morning, everyone. എന്താണ് കേൾക്കുന്നില്ല? Can you hear me? ക്ലാസ്സിലുണ്ടോ? എല്ലാവരും ക്ലാസ്സിലുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. തനിഷ്ക, ആര്യ, അലൻചോ, സാന്ദ്ര, ലിസി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓഡിബിൾ ആണോ? കേൾക്കാം. ഓക്കെ, പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാകൂ കേട്ടോ. അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാം. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ വന്ന് ഒന്ന് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വിഷ് ചെയ്യാം. ഓക്കെ, അറിയാലോ, അതെല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. Okay, so നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ previous class we take ഇതായിരുന്നു. I think simple past, right? Simple past or past continuous? Which tense we discussed in previous class? ആരോടാ ചോദിക്കുന്നത്? Okay, so നമുക്ക് past continuous എടുക്കാം കേട്ടോ. Simple present simple past എടുക്കുമെന്ന് തോന്നുന്നു. Structure എന്ന് പറയുന്നത് subject plus V2 ആണ്. Subject plus V2 in simple present tense. ഞാൻ കേറിയിട്ടില്ല. Okay. അപ്പൊ ശ്രദ്ധിച്ചിരിക്കൂ. past tense ഞാൻ കൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ടെൻസില് നമ്മൾ പാസ്റ്റ് ടെൻസ് മെയിൻലി യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ സിമ്പിൾ പാസ്റ്റില് നമ്മള് എന്താണ് ചെയ്തു, ഒരു ആക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് എന്ത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. സോ ചെയ്തു എന്നാണ് വരാട്ടോ. ചെയ്തു, ഞാൻ ഹോംവർക്ക് ചെയ്തു, ഐ ഡിഡ് മൈ ഹോംവർക്ക്. അവിടെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V2 ആണ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് V2. V2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫോം ഓഫ് ദ verb. നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന V1 ആണെങ്കിൽ ഇവിടെ നമ്മൾ V2 ആണ് യൂസ് ചെയ്യുന്നത്. കാരണം പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ പാസ്റ്റ് verb ആണ് യൂസ് ചെയ്യുന്നത്. So we use their V2 form for V2 verb. Okay, subject plus V2. So അപ്പോ ഞാൻ അവന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയതിന്റെ കാര്യമാണ്, പാസ്റ്റ് ആണ്. ഞാൻ അവന്റെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോ നമ്മൾ അതെങ്ങനെ യൂസ് ചെയ്യണ്ടേ? പോയി എന്നാണ്. പോകുക എന്നല്ല പറയുന്നത്, പോകുന്നു എന്നല്ല, പോയി എന്നാണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് V2 ഫോം ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അവന്റെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോ I went to his home. I went to his home എന്ന് പറയും. അതാണ് എന്താ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. Clear or no? Is it clear or not? Respond you. Response ഒന്നുമില്ല, ചുമ്മാ ഉണക്കി വെച്ച് പോയേക്കാണോ? ക്ലാസ്സിൽ എന്തോ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയും. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്കറിയാൻ പറ്റൂ, അല്ലാതെ അറിയില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പ്രൊഫൈൽ പിക്ക് അവരോട് ഞാൻ സംസാരിക്കുന്ന പോലെ മാത്രമേ കാണുന്നു. അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. പ്രതീക്ഷിച്ചു വേണ്ട കാര്യത്തിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, സോ ഇത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെ കുറിച്ച് ഇപ്പോ ഞാനിപ്പോ ക്ലാസ്സിലാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. സോ ഞാൻ ക്ലാസ്സിലായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയ കാര്യം ഞാൻ ക്ലാസ്സിലായിരുന്നു, ഇപ്പൊ ക്ലാസ്സിലല്ലാത്തൊരു മീനിങ് ആണ് വരുന്നത്.
അപ്പൊ അത്ര നേരം ക്ലാസ്സിലായിരുന്നു എന്ന് പറയണമെങ്കിൽ അത് past continuous വെച്ച് നമുക്ക് പറയാൻ പറ്റും. So we use the tense past continuous tense. The structure is subject plus was or were plus verb ing. Okay, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് past auxiliaries ആണ്. In present tense we used present auxiliaries, but here we use the past auxiliaries because this is the past tense. Okay, so present subject plus past auxiliaries plus verb ing. Singular subject in the കൂടെ നമ്മൾ was ആണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ I എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ I എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരുന്നെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് വരാണെങ്കിൽ I സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ I was, she was, he was, it was, everybody was എന്ന് പറയാം. And we are, we were, you were, they were. Okay, ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറീസ് നമ്മുടെ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് ചെയ്യുകയായിരുന്നു എന്ന് എഴുതാട്ടോ. നോട്ട്ബുക്ക് എടുക്കാം, ഹെഡിങ് എഴുതാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ബ്രാക്കറ്റിൽ എഴുതാം ചെയ്യുകയായിരുന്നു. ചെയ്യുകയായിരുന്നു. എന്റെ സ്ട്രക്ചർ ഏതാട്ടോ? സബ്ജക്ട് പ്ലസ് was or were plus verb ing. അതാണ് സ്ട്രക്ചർ. സബ്ജക്ട് പ്ലസ് was or were plus verb ing. Okay, subject plus was or were plus verb ing. ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നേ. ടെക്സ്റ്റ് ത്രൂ ഞാൻ ചോദിച്ചതാണ് ക്ലാസ്സിൽ കയറിയത് ഏത് പോർഷൻ എടുത്തു എന്ന് ചോദിച്ചപ്പോ ആരും ഒന്നും മിണ്ടിയില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് മിസ്സേ, കേൾക്കത്തില്ലായിരുന്നു. ഇപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് എടുത്താണ്. സോ അതൊരു കാര്യം ചെയ്യാൻ ഇപ്പൊ നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ്? ഇതൊക്കെ എടുത്താണോ ഞാൻ? അല്ല, അറിയൂ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പറഞ്ഞിട്ട് ഒരു 7 സെന്റൻസ് നമ്മളത് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ മിസ്സേ? ചെക്ക് ചെയ്തായിരുന്നു ഞാൻ. ആ സെന്റൻസ് എല്ലാം ഞാൻ കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. ഹെഡിങ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ മലയാളം വരുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് വരാട്ടോ. ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ. ഹാഡ് ആണ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ നമുക്ക് സബ്ജക്റ്റിന്റെ ഏത് സബ്ജക്റ്റിന്റെ കൂടെ വേണമെങ്കിലും ഹാഡ് യൂസ് ചെയ്യും. പ്രസന്റ് ടെൻസിൽ അങ്ങനെയല്ല, ഹാസ് മേ ഹാവ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ verb ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, we can use the had with any subjects, all subjects. ഇനിയല്ല, all subjects. Okay, so ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ എന്താണ്? ഒരു ആക്ഷൻ നമ്മൾ ചെയ്തു, അത് കംപ്ലീറ്റ് ആയത്.
ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം പാസ്റ്റ് ആണ്, ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ അത് ഇപ്പൊ നമ്മള് ഒരു ആക്ഷൻ നമ്മളിപ്പോ ചെയ്തു, ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ക്ലാസ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിലാണ്. സോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നീ അത് ചെയ്തോ? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഒരു ആക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു ആക്ഷൻ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഇപ്പോ എന്താണ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ പറയാം? ബെല്ലടിക്കുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബെൽ അടിക്കുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയേ. എല്ലാ സബ്ജക്റ്റിനെ കൂടെ നമുക്ക് പറയുന്ന ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാസോ ഹാഡോ ഹാവോ എന്തെങ്കിലും ആവട്ടെ വന്നാല് ഇവിടെ V3 ഫോം ആണ് ആഡ് ചെയ്യുന്നത്, തേർഡ് ഫോം ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് നോക്കി എല്ലാവരും. ബെല്ലടിക്കുന്നതിന് മുൻപ് ഞാൻ എത്തിയിട്ടുണ്ട്, സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, നിങ്ങളുടെ ആൻസർ ഒന്നും അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഒന്നും ടെക്സ്റ്റ് ചെയ്യും. Yeah, I had reached or arrived at school before the bell rang. പറയാം നമുക്ക് ഹിന്ദി അല്ല, അച്ചാണ് കേട്ടോ, കുറച്ചുകൂടി ബെറ്റർ അച്ചാണ്. I have reached at school before the bell rang. ബെല്ലടിക്കുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെയും പറയാം, പക്ഷെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറയുന്ന സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ട് പറയാവുന്നതാണ്. I reached at school before the bell rang എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നും പറയാം, ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ എത്തിയിരുന്നു എന്നും പറയാം, അല്ലെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ എത്തി എന്നും പറയാം. ശരിയല്ല, നമുക്ക് മൂന്ന് രീതിയിലും പറയാൻ പറ്റും. ബെല്ലടിക്കുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ എത്തി, അല്ലെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുൻപ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറഞ്ഞാലും മീനിങ് സെയിം ആണ്, അല്ലെങ്കിൽ നമ്മൾ കൺവേ ചെയ്യുന്ന കാര്യം സെയിം തന്നെയാണ്. സോ നമുക്ക് രണ്ട് രീതിയിലും പറയാൻ പറ്റും. സിമ്പിൾ പാസ്റ്റ് വെച്ച് പറയാനും പറ്റും, അത് പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് വെച്ച് പറയാനും പറ്റും. I reached അല്ലെങ്കിൽ I arrived at school before the bell rang. Then we can say that I have reached or arrived at school before the bell rang. Okay, സെയിം മീനിങ് ആണ്, പക്ഷെ നമുക്ക് ഈ പറയുന്ന രണ്ട് ടെൻസും യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ പാസ്റ്റ് and we can use past perfect tense. Clear? മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് യൂസ് ചെയ്യണോ, ആ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് കണ്ടിന്യൂസും സിമ്പിളും ആണ് എപ്പോഴും. ഓക്കെ, ക്ലിയർ? കുറച്ച് നമുക്ക് എക്സാമ്പിൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? ടെൻസ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചെയ്താ അടുത്തൊരു എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ.
അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെയും ഞാൻ ഇതുവരെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും. ഞാൻ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ ബുക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട കേട്ടോ. ഞാൻ അവൾ എനിക്ക് തന്ന ബുക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവൾ എനിക്ക് തന്ന ബുക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവൾ എനിക്ക് തന്ന ബുക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു. അവർ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പുതിയ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. Okay, how much you write? എത്ര എഴുതി ഇപ്പോ? നമ്പർ പറയൂ. 8. നമ്പർ പറയാം. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മീര ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീര ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവളുടെ അച്ഛന് വേണ്ടി. അങ്ങനെ എഴുതും കേട്ടോ. മീര ഒരു പുതിയ കാറ് അച്ഛന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീര ഒരു പുതിയ കാറ് അവളുടെ അച്ഛന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. Okay. Is it finished? Yeah. Okay. So നന്നായിട്ട് ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. Okay.
Okay, Hannah, next year they had called me. We had completed the work. I had eaten breakfast yet. She had completed her homework. I had forgotten the book she gave me. We had missed the bus. They had cleaned the house. We had watched the movie together. He had learned to speak English. Mia had bought a new car for her father. They had called me. We had finished our work. I haven't had breakfast yet. I haven't had breakfast yet. Having the present day. She had finished her homework. I had forgotten the book that she gave me. She gave me. In the mistake, I had forgotten the book which she gave me or that he gave. Plenty try to down. We had missed the bus. They had cleaned the house. We had seen that movie together. He had learned to speak English. Mira had bought a new car for my father. Yeah, correct. Correct, ആണല്ലോ നീ ആരെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടോ? കുറച്ചുകൂടെ ടെക്സ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ചെയ്യൂ, വരെ കറക്റ്റ് ആണ് എന്ന് ഞാൻ ഷുവർ ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ബാക്കിയുള്ളവർക്കും ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാ ഉള്ളത്? ലിസി, ധനിഷ, അലജോയ്. 5 പേരെ ക്ലാസ്സിലുള്ളൂ. സ്ട്രെക്ക് അതാണ് കൂടുന്നുണ്ടല്ലോ. Alancho and Danisha and Missy. Text here. Okay, Danisha. They had called me. We had outsourced that work. I have never had a break first before she had finished her work. I had forgotten the book she gave me. We missed the bus. They had been in the house. We had seen that movie together. He had already learned to speak English. They had called me. The third one, Danisha, third one mistake. I have never had. I have never had. Alam better, you know. I had into I had not eaten in the Korea. Have the present like convert down. Okay, but okay, Anita. Then they had called me. We had completed that work. I had eaten breakfast. Yet she had completed my work. I had lost her book. I had lost Mr. Putugana. I had forgotten her book. I had forgotten the book which she gave me. We had missed the bus. They had cleaned the house. We had seen that movie together. We had seen that movie together. We had learned to speak English. Yeah. Then Danisha, ഒരു ലൈൻ മാത്രം ടെക്സ്റ്റ് ചെയ്തിട്ട് ബാക്കിയുണ്ട് കേട്ടോ. I think Mira. Okay, അപ്പൊ എല്ലാവരും ക്ലിയർ ആണ്? കുറച്ച് ചെറിയ മിസ്റ്റേക്സ് വെച്ചാല് ഓക്കെ ക്ലിയർ ആണ്. ചേരിസ് മനസ്സിലായിട്ടുണ്ടല്ലോ? ഡൗട്ട്സ് ഇനി ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും നോ? പറയുന്നില്ലല്ലോ, റെസ്പോണ്ട് ചെയ്തു ഇല്ല. മിസ്റ്റേ നാലാമത്തെ ഒന്നുകൂടെ പറയൂ. ഫോർത്ത് വൺ ആണോ? ആണോ? Fourth one, she had finished her homework. എന്താണോ? അല്ല, ഞാൻ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. I had not. ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ചേർക്കണം. അപ്പൊ ഇല്ല. Had not. I had not eaten. കഴിക്കുക എന്നതിന്റെ തേർഡ് ഫോം ആണ് eaten. I had not eaten breakfast yet. Why eating yet?
ഇതുവരെയും ഇതുവരെ എന്നൊരു മീനിങ് എച്ചിന് വരുന്നുണ്ട് കേട്ടോ. I had hadn't breakfast. I hadn't eaten breakfast yet. Okay, എല്ലാം ക്ലിയർ ആണ്, ഓക്കെ ആണ് വിശ്വസിക്കുന്നു. So let's moving on the next tense, past perfect continuous. Okay, past perfect continuous just notebookൽ ഹെഡിങ് എഴുതാം, ബ്രാക്കറ്റ് എഴുതാം. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Past perfect continuous ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് verb ing. Subject plus had been plus verb ing. Subject plus had been plus verb ing. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ രാവിലെ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. കഴിഞ്ഞു, എന്തായാലും അവസാനിച്ചു. രാവിലെ 9 മണി തുടങ്ങിയൊരു കാര്യം കംപ്ലീറ്റ് ആകണം, ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ആകണം. പക്ഷെ അത് നമുക്ക് അത്രയും കാണിക്കണം. ഞാൻ ആ ടൈം മുതൽ ഇതുവരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. അറ്റ് പ്രസന്റ് അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇത്ര നേരം ചെയ്ത കാര്യം പറയണമല്ലോ. സോ ആ ടൈമിൽ that time we can use this tense, past perfect continuous tense. ഓക്കെ, അപ്പോ എഴുതിക്കോളൂ. ഞാൻ രാവിലെ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. ഞാൻ രാവിലെ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. പ്രസന്റ് ടെൻസ് നന്നായിട്ട് പഠിച്ചവർക്ക് പാസ്റ്റും ഫ്യൂച്ചറും പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ രാവിലെ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടെക്സ്റ്റ് ചെയ്യൂ. ഞാൻ രാവിലെ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Yeah, correct. I had been studying since 9 AM. Correct ആണ് കേട്ടോ. Had been നമ്മൾ present tense ലെ have ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ had യൂസ് ചെയ്യാം. ഇത്രയും വ്യത്യാസം, പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല. Then ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയൂ, ഏകദേശം അല്ലെങ്കിൽ എഴുതിയെടുക്കും കേട്ടോ. കുറച്ച് സെന്റൻസ് പറയാം. ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം അരമണിക്കൂറായിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
Okay. Then അവൻ കാറ് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കാറ് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കാറ് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ രാവിലെ മുതൽ ഒരു ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ രാവിലെ മുതൽ ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ രാവിലെ മുതൽ ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവന്റെ ഫ്രണ്ടിനോട് ഫോണിൽ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവന്റെ ഫ്രണ്ടിനോട് ഫോണിൽ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവന്റെ ഫ്രണ്ടിനോട് ഫോണിൽ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവർ എന്നെ 10 മിനിറ്റ് ആയിട്ട് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എന്നെ 10 മിനിറ്റ് ആയിട്ട് അവർ എന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. അത് പറയാലോ. അവർ എന്നെ 10 മിനിറ്റ് ആയിട്ട് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടെൻസിൽ തന്നെ പറയൂട്ടോ. അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. സെന്റൻസ് അങ്ങനെ നമ്മൾ പൊതുവെ പറയാറില്ല. പക്ഷെ ഈ ടെൻസിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് പറഞ്ഞാലും മതി. ഓക്കെ, മലയാള സെന്റൻസ് മനസ്സിലായാലോ? അവർ എന്നെ ഒരു 10 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എന്നെ 10 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എത്ര സെന്റൻസ് ആയിരിക്കോ? മതി. എത്ര ആയിരിക്കോ പറയൂ, കൗണ്ട് ചെയ്യും. അനുസരിക്കുക. 5 കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്യും കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? ടൈപ്പില്ല കേട്ടോ. പെട്ടെന്ന് നെക്സ്റ്റ് ചെയ്യും എല്ലാവരും. Okay, Sandra, we had been playing for we have been playing for about for half an hour. എന്ന് പറയാൻ വേണ്ടിട്ടോ. We had been playing about for half an hour. She had been trying to repair the car. She had been trying to repair the car. She had been watching the TV show since morning, correct? She had been talking to his friends on the phone for a long time. കുറച്ചു നേരമായിട്ട് long time പറയാം. They had been waiting for me for 10 minutes. Yeah, correct ആണ് ട്ടോ. ഫസ്റ്റ് വൺ മാത്രമാണ് about അല്ലെങ്കിൽ around എന്തെങ്കിലും ആഡ് ചെയ്യാണ്. രണ്ട് കുഴപ്പമില്ല. about around പറ്റും. We have been playing around for half an hour എന്ന് പറയാം. മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി പ്രസന്റും പാസ്റ്റും നന്നായിട്ട് പഠിക്കാം. നമുക്ക് ഇനി എത്രത്തോളം ടൈം കിട്ടും എന്നൊന്നും നമുക്ക് അറിയില്ല. സോ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തന്നെ ഞാൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. മറ്റേ ടീച്ചേഴ്സിന്റെ പോർഷൻസ് തീർന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. എന്നാലും നമുക്ക് മാക്സിമം ഞാൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. Okay, so let's wind up today's class. Okay, thank you all. See you on the next class. Okay, bye.